അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മഗ്ഫിർ ലനാ വർഹംനാ വലിവാലിദീനാ റബ്ബിർഹംഹും കമാ റബ്ബൂനാ സഗീറാ വലിഅഖാരിബിനാ വലിജിറാനിനാ വലിജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. കടം എന്നൊരു വിഷയത്തിലാണ് നമ്മൾ നേരത്തെ പാഠം തുടങ്ങിയത്. ഓർക്കുന്നുണ്ടാവുമല്ലോ, പരസ്പര ബന്ധിതമായ കുറേ പാഠങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇതൊന്നും ഓരോ പാഠം ബന്ധമില്ലാതെ ഓരോ സ്ഥലത്തങ്ങ് കൊണ്ടുവിട്ടതല്ല. കടം കൊടുക്കുമ്പോൾ അതിന് ഗ്യാരണ്ടി വേണം. അതിന് നമ്മൾ പണയം വെച്ച് കടം വാങ്ങും, അല്ലെങ്കിൽ പണയത്തിൽ വാങ്ങിയിട്ട് കടം കൊടുക്കും. അപ്പോൾ കടത്തിനെ കുറിച്ചും പണയത്തിനെ കുറിച്ചും പറഞ്ഞു. അപ്പോൾ പണയം എങ്ങനെ ആവണം, കടം എങ്ങനെ ആകണം എന്നൊക്കെ ഒരു ചർച്ചയാണ് ഇപ്പോൾ നടന്നത്. പണയ വസ്തുവിൻ്റെ ചെലവാരാ വഹിക്കേണ്ടത് എന്നൊക്കെ. കടമുള്ള ആളുകൾക്കാണല്ലോ ഈ ജപ്തിയൊക്കെ വരിക. പണം തിരിച്ചടക്കാൻ കഴിയാത്ത സാഹചര്യം വരുമ്പോൾ, അല്ലെങ്കിൽ പണമുള്ള ആൾ ഭ്രാന്തനോ കുട്ടിയോ ആയിരിക്കുമ്പോൾ അവരെ സ്വത്തിനെ തൽക്കാലം തടഞ്ഞു വെക്കേണ്ടതുണ്ട് ചെലവഴിക്കാതെ. അപ്പോൾ കുട്ടികളെ സ്വത്തിൻ്റെ കാര്യം എങ്ങനെയാണ്? അതേപോലെ കടത്തെ എനിക്ക് കിട്ടാനുള്ള കടം ഞാൻ കൊടുക്കാനുള്ള വ്യക്തിനോട് കൊടുക്കാൻ പറയാം. കൊടുക്കാനുള്ള വ്യക്തിക്ക് കൊടുക്കാൻ പറയുന്ന ഹവാല എന്നുള്ളത് പറഞ്ഞു. പിന്നെ നേരത്തെ വസ്തു കൊണ്ടായിരുന്നു നമ്മൾ കടത്തിന് ജാമ്യം സെക്യൂരിറ്റി വെച്ചിരുന്നത്. ഇനി വ്യക്തികളെ കൊണ്ടും നമ്മൾ കൊടുക്കണ പൈസക്ക് ജാമ്യക്കാരെ വെക്കാം. മറ്റത് പണയമായിരുന്നു, പണയം വെക്കുകയായിരുന്നു. പണയം വെച്ചിട്ട് പൈസ വാങ്ങി. ഇനിയിപ്പോൾ പണയം വെക്കാൻ എല്ലായിടത്തും ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ ആരെങ്കിലും ജാമ്യക്കാരായി നിർത്തിയിട്ട് കടം വാങ്ങുന്ന ഏർപ്പാടാണല്ലോ ലമാൻ എന്ന് പറയുന്നത്. അപ്പോൾ വ്യക്തികൾക്ക് ജാമ്യം നിൽക്കുമ്പോൾ അതിന് കഫാലത്ത് എന്ന് പറയും. പൈസക്ക് ജാമ്യം നിൽക്കുമ്പോൾ അതിന് ലമാൻ എന്ന് പറയും. ഇപ്പം ലമാന് നിങ്ങൾ ഒരാൾക്ക് പൈസ കൊടുക്കാനുണ്ട്, അപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ജാമ്യം നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നീ അയാൾക്ക് പൈസ കൊടുത്തോ, ഞാൻ അയാളെ ഹാജരാക്കി തരും എൻ്റെ മുന്നിൽ. അയാൾ അങ്ങനെ ഓടി രക്ഷപ്പെടുകയൊന്നുമില്ല, വിസ എടുത്ത് ഗൾഫിലേക്ക് പോകുന്നില്ല. അയാളെ ഹാജരാക്കേണ്ട നേരത്ത് എൻ്റെ മുന്നിൽ ഞാൻ ഹാജരാക്കി തരും, നിനക്ക് ആ പൈസ അയാളോട് വാങ്ങാം എന്നതാണ് ഈ ആൾ ജാമ്യം, ഈ കടത്തിൻ്റെ ജാമ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കാം, അയാൾ പൈസ തന്നിട്ടില്ലെങ്കിൽ ഞാൻ എന്താവൂല, ആ പൈസക്ക് ഉത്തരവാദിയാകൂല എന്ന്. അയാൾ 1,00,000 റുപ്യ നിങ്ങളോട് കടം വാങ്ങി, ഞാൻ അയാളെ ഹാജരാക്കി തരാം എന്ന ജാമ്യമല്ലാതെ അയാൾ ആ പൈസ തന്നിട്ടില്ലെങ്കിൽ ഞാൻ തരും എന്ന ഒരു രീതി ഇസ്ലാമിക ജാമ്യത്തിലില്ല. അതല്ലെങ്കിൽ നിങ്ങൾ പറയാം, ഉസ്താദെ ഞാൻ കടം കൊടുക്കാം, അവർക്ക് 1,00,000 കൊടുക്കാം, പക്ഷേ അവർ തന്നില്ലെങ്കിൽ നിങ്ങൾ തരേണ്ടി വരട്ടോ എന്ന് പറയാം. അത് പറ്റില്ല. അതാണ് ഈ പറയുന്നത് വലാ യുത്താലബു കഫീലുൻ ബിമാലിൻ. കഫീലിനോട് പണം ആവശ്യപ്പെടാൻ പറ്റില്ല. ഞാനാണല്ലോ നിങ്ങൾക്ക് വേണ്ടി ജാമ്യം നിന്നത്. നിങ്ങളൊരാൾക്ക് പൈസ കടം കൊടുക്കുന്നു, ഞാൻ അതിന് ജാമ്യം നിൽക്കുന്നു, എൻ്റെ പേരാണ് കഫീൽ. ഈ കഫീലിനോട് അയാൾ തരാനുള്ള പൈസ ഞാൻ തരണമെന്ന് പറയാൻ പറ്റില്ല. അതിന് ഫാത്ത തസ്ലീമു, അയാളെ ഏൽപ്പിച്ച് തരിക എന്നത് നഷ്ടപ്പെട്ടാൽ പോലും ബിമൗത്തിൻ, അയാൾ മരിച്ചത് കൊണ്ടോ, ആര് നിങ്ങൾ കടം കൊടുത്ത ആൾ മരിച്ചത് കൊണ്ടോ മറ്റോ, അല്ലെങ്കിൽ ഓടിയിട്ടോ വിസ എടുത്ത് ഗൾഫിലേക്ക് പോയിട്ടോ, തസ്ലീം ഏൽപ്പിച്ച് തരിക എന്നത് നഷ്ടപ്പെട്ടാൽ പോലും പൈസക്ക് ഞാൻ കടക്കാരനല്ല. അപ്പം അങ്ങനെ രീതിയിലുള്ള ഒരു ജാമ്യം ഉണ്ടായാൽ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ? പൈസക്ക് കടക്കാരനാകുമെന്ന സഹിയാവില്ല. വലോ ഷറത്ത, ഇനി കഫീൽ ജാമ്യക്കാരൻ നിബന്ധന പറഞ്ഞിരുന്നെങ്കിൽ അന്നഹു യഗ്രിബുൽ മാല, അവൻ പൈസക്ക് കടക്കാരനായി തീരും. വലൗമാ ഖൗലീൻ ഫാത്ത തസ്ലീമുൽ മഖ്ഫൂലി, മഖ്ഫൂലിനെ ഏൽപ്പിച്ചു തരിക എന്നത് നഷ്ടപ്പെട്ടാൽ പൈസക്ക് കടക്കാരനാകുമെന്ന് പറഞ്ഞിരുന്നാൽ പോലും അങ്ങനെ പറഞ്ഞ് ഷർത്ത് വെച്ചാൽ ലം തസിഹ കഫാലത്ത് സഹിയല്ല.
കാരണം ഞാൻ പൈസയും കൂടി തരാമെന്ന് കണ്ടാൽ പിന്നെ കുറേ കടക്കാർ മുങ്ങാൻ സാധ്യത കൂടുതലുണ്ടാവും. പിന്നെ ഞാൻ ആ പൈസയും കൊണ്ട് കൊടുക്കണം. അതാണ് വലോമാ ഖാലിഹി, അയാൾ പറഞ്ഞിരുന്നെങ്കിൽ പോലും ഇൻ ഫാത്ത തസ്ലീമുരുളി മക്ഫൂൽ. മക്ഫൂൽ ആരാ? നിങ്ങളുടെ അടുത്ത് പൈസ കടം വാങ്ങിയ ആൾ പൈസ അയാളെ ഏൽപ്പിച്ചു തരിക എന്നതാണല്ലോ എൻ്റെ ഉത്തരവാദിത്തം. എന്നിട്ട് നിങ്ങൾ അയാളെ അറസ്റ്റ് ചെയ്യേ, കോടതിയിൽ ഹാജരാക്കുക, പൈസ പിടിച്ച് വാങ്ങുകയൊക്കെ ചെയ്യുക. മക്ഫൂലിനെ ഏൽപ്പിച്ചു തരിക എന്നതാണല്ലോ എൻ്റെ ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തത്തിൽ നഷ്ടപ്പെട്ടാൽ പോലും ഞാൻ പൈസക്ക് കടക്കാരനാകുമെന്ന് ഒരാൾ ഷർത്ത് വെച്ചാൽ, കഫീൽ ഷർത്ത് വെച്ചാൽ ലം തുസിഹ, കഫാലത്ത് സഹിയാവില്ല. ഏതായാലും കഫാലത്തും ലമാനും ഉണ്ട് അല്ലേ? പൈസക്ക് ജാമ്യം നിൽക്കുന്നതിന് ലമാനും പറയും, വ്യക്തികൾക്ക് ജാമ്യം നിൽക്കുന്നതിന് കഫാലത്ത് എന്ന് പറയും. അതിൻ്റെ വാചകങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. സീഗത്തുൽ ഇൽത്തിസാമി ഫീഹിമ, ലമാനിലും കഫാലത്തിലുമുള്ള ഏറ്റെടുക്കുന്നതിൻ്റെ വചനം ലമിൻതു ദൈനക്ക അലാ ഫുലാൻ, നീ നിൻ്റെ കടത്തിന് ഞാൻ ജാമ്യം നിന്നു, അലാ ഫുലാനിന് ഇന്ന വ്യക്തി തരാനുള്ള, അലാ ഫുലാൻ എന്ന് പറഞ്ഞാൽ അർത്ഥം നിങ്ങളോട് പൈസ കടം വാങ്ങിയ ആൾ ₹1,00,000 കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അയാൾ നിനക്ക് തരാനുള്ള കടത്തിന് ഞാൻ ജാമ്യം നിന്നിരിക്കുന്നു എന്ന് പറയാം. അല്ലെങ്കിൽ തഹമ്മൽത്തു എന്നുള്ള വാക്ക് ഉപയോഗിക്കാം, ഏറ്റു, ചുമന്നു, വഹിച്ചു എന്നർത്ഥത്തിന്. അല്ലെങ്കിൽ തകഫൽത്തു ബിബദനിഹി, അല്ലെങ്കിൽ അയാളുടെ ശരീരത്തിന് ഞാൻ ജാമ്യം നിന്നു എന്ന് പറയാം. അയാളുടെ ശരീരത്തിന് ഞാൻ ജാമ്യം നിന്നിരിക്കുന്നു, അയാളെ കോടതിയിൽ ഹാജരാക്കുക എന്നുള്ള ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറയാം. അങ്ങനെ ജാമ്യം എന്നുള്ളൊരു സംവിധാനം അല്ലെങ്കിൽ പിന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ടവരൊക്കെ കാലാകാലവും ജയിലിൽ കിടക്കേണ്ടി വരും. അതൊരു വലിയൊരു സൗകര്യമാണ്. ഇനി ഇങ്ങനെ പറഞ്ഞാലോ, വലൂഖാല ഉദ്ദിൽ മാല, പൈസ ഞാൻ വീട്ടി തരും, ഔ ഉഹ്ദിറു ഷഖ്സ, അല്ലെങ്കിൽ വ്യക്തിയെ ഞാൻ ഹാജരാക്കി തരും എന്ന് പറഞ്ഞാൽ അത് ജാമ്യത്തിൻ്റെ വാചകമല്ല, അത് വാഗ്ദാനം മാത്രമാണ്. ഫഹുവ വഅദുൻ ബിൽത്തിസാം, ഒരു കാര്യം ഏറ്റെടുത്തുകൊണ്ടുള്ള വാഗ്ദാനം ആണത്. വാഗ്ദാനം നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ നല്ലതാണ്, വാഗ്ദാനം നിറവേറ്റൽ സുന്നത്താണ്, നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ട് കഫാലത്തൊന്നും ആവില്ല. കമാഹു സരീഹു സിയഖത്തി, അതാണല്ലോ ആ വാക്ക് വ്യക്തമാക്കുന്നത്. ആ വാക്കിൻ്റെ വ്യക്തമായ അർത്ഥം അതാണല്ലോ. ഓദ്ദിൽ മാല, ഞാൻ വീട്ടാം, അല്ലെങ്കിൽ വ്യക്തിയെ ഞാൻ ഹാജരാക്കി തരാം എന്നത് വാഗ്ദാനം മാത്രമാണ്. വാഗ്ദാനം വീട്ടിൽ നിർബന്ധമൊന്നും ഇല്ല. നമ്മൾ പലർക്കും വാഗ്ദാനം കൊടുക്കൂലേ? വാക്ക് പാലിക്കാൻ നല്ല കാര്യമാണ്, സുന്നത്താണ്, മുഅ്മിനീങ്ങളായ ആൾക്കാരുടെ കാര്യമൊക്കെയാണ്. പക്ഷേ അത് ഇടപാട് അഖദല്ല, അത് സുന്നത്താണ്. പക്ഷേ ഈ വാക്കിൽ ഒരു അഖദിനെ ഉണ്ടാക്കുന്ന ഒരു കരീനത്തും കൂടെ ഉണ്ടെങ്കിലോ, ഞാൻ പക്ഷേ ഇൻ ഹഫത്ത് ബിഹി, അതിനോട് സഹവസിച്ചിട്ടുണ്ടെങ്കിൽ, കരീനത്തുൻ, ഒരു സാഹചര്യ തെളിവ്, തസ്രിഫുഹു, ആ കരീനത്ത് ഈ വാക്കിനെ തിരിച്ചുവിടുന്നു, ഇലൽ ഇൻഷാഇ, ലമാൻ എന്ന് പറയുന്ന, കഫാലത്ത് എന്ന് പറയുന്ന ഒരു ഇടപാടിനെ ഉണ്ടാക്കുന്നതിലേക്ക് തിരിച്ചുവിടുന്ന എന്തെങ്കിലും സാഹചര്യ തെളിവുകൾ കൂടെ അവിടെ ഉണ്ടെങ്കിൽ, ഇൻ അഖദ, ലമാനും കഫാലത്തും ഈ വാക്ക് കൊണ്ടും കെട്ടുപെടും, സ്വഹിയാകും. വദ്ദിൽ മാല ഉഹ്ദിറു ഷഖ്സ എന്ന വാക്കുകൊണ്ട് കെട്ടുപെടും. കമാ ബഹസഹു ഇബ്നു റിഫഅത്ത് റഹിമഹുല്ലാഹ് ചർച്ച ചെയ്തത് പ്രകാരം, വഅതമദഹു സുബക്കിയു, ഇമാം സുബക്കി റളിയല്ലാഹു അൻഹു അതിനെ പ്രബലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ അഭിപ്രായത്തിൽ ഈ വാക്കുണ്ടല്ലോ, വദ്ദിൽ മാല ഉഹ്ദിറു ഷഖ്സ എന്ന വാക്ക്, അതിൻ്റെ കൂടെ ഒരു സാഹചര്യ തെളിവും കൂടെ ഉണ്ടെങ്കിൽ, ഏതിന്, അത് ജാമ്യമാണ്, കഫാലത്താണ് എന്നതിൽ, അത് കഫാലത്തും ലമാനായിട്ട് വീടും എന്നാണ് ഇവർ പറയുന്നത്. ഏതായാലും അസീലിൻ്റെ ബറാഅത്ത് ഷർത്ത് വെച്ചുകൊണ്ടുള്ള കഫാലത്തും ലമാനും സ്വഹീഹല്ല എന്നാണ് പറയുന്നത്. ഞാൻ ജാമ്യം നിൽക്കുക, അപ്പോൾ ആ കടക്കാരൻ
അസീൽ അതിന് ഉത്തരവാദിയല്ല, അയാൾക്ക് ബാധ്യത ഉണ്ടാവുകയില്ല, എനിക്ക് മാത്രമായിരിക്കും ബാധ്യത എന്ന് പറഞ്ഞുകൊണ്ടുള്ള കഫാലത്ത് സ്വഹീഹല്ല. ഒരായിസ്തിഹാനത് രണ്ടും സ്വഹീഹല്ല ബിശറത്തി ബറാഅത്തി അസീലിൻ. അസീൽ കടക്കാരന് ഇതിൽ യാതൊരു ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ല എന്ന ഷർത്തോടുകൂടെ സ്വഹീഹല്ല. അതേമാതിരി മറ്റൊന്നിനോട് ഒരു അടുത്ത മാസം വന്നാൽ ജാമ്യം നിന്നു, അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് ജാമ്യം നിന്നു, അതാണ് തൗഖീത്ത്. താരീഖ് മറ്റൊന്നിനോട് ബന്ധിക്കുക. 2025 വന്നാൽ ഞാൻ ജാമ്യം നിന്നു എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു മാസം തൗഖീത്ത് വഖത്ത് വെക്കുക. ഇനി ഇപ്പം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ജാമ്യം നിന്നു, ഇപ്പം നിങ്ങൾ മുസ്തഹിഖാണ്, നിങ്ങളാണ് ഈ കടത്തിൻ്റെ അവകാശി. നിങ്ങൾക്ക് ആരോട് ചോദിക്കാം? മുത്താലബത്തുൽ ലാമിനി, ലാമിനോട് ചോദിക്കാം. ഞാനാണ് ജാമ്യം നിന്നത്, എന്നോട് ചോദിക്കാം. വൽ അസീൽ, ആർക്ക് വേണ്ടിയാണോ ജാമ്യം നിന്നത്, അസീലുണ്ടല്ലോ, ആ കടം വാങ്ങിപ്പോയാളെ, അയാളോടും ചോദിക്കാം. ഞാൻ ജാമ്യം നിന്നാൽ എന്നോട് പൈസ ചോദിക്കാൻ പാടില്ല, എന്നോട് ചോദിക്കാൻ പാടുള്ളൂ അസീലാകുന്ന കടം വാങ്ങിയ വ്യക്തിയില്ലേ, അയാളോട് ചോദിക്കാൻ പാടില്ല എന്നുള്ള ലമാന സ്വഹീഹല്ല എന്നാണ് മുകളിൽ പറഞ്ഞത്. വലു ബരി അള്ളാമിൻ, ഏതായാലും അസീൽ കടത്തിൽ നിന്ന് മോചിതനായാൽ ബരി അള്ളാമിൻ, ജാമ്യക്കാരന് മോചിതനാകും, ഉറപ്പല്ലേ? അയാൾ പൈസ കൊടുത്തു, അല്ലെങ്കിൽ അയാൾക്ക് പൊരുത്തപ്പെട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ജാമ്യം തീർന്നു. വലു ബരി അള്ളാമിനും വല അക്സ, തിരിച്ചില്ല. ലാമിന് ഫിൽ ഇബ്രായി ദൂനൽ അദായി, തിരിച്ചില്ല. കഫീൽ ഒഴിവായി എന്ന് കരുതിയിട്ട് എന്താവൂല, കടം വാങ്ങിയാൽ ഒഴിവാക്കില്ല. വല ആക്സ, ഏതിന്? ഫിൽ ഇബ്രായി, ബാധ്യത ഒഴിവാക്കുന്നത്. കഫീലിന് ഒഴിവാക്കി കൊടുത്താൽ, നിന്റെ ജാമ്യത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ഒഴിവാക്കി കൊടുത്താൽ ആരും ഒഴിവാകൂല, കടം പോയി കൊടുക്കാനുള്ള വ്യക്തി ഒഴിവാകൂല. ദൂനൽ അദായി, കടം വീട്ടുന്നിടത്ത് അങ്ങനെയല്ല. കടം വീട്ടുന്നിടത്ത് ആര് വീട്ടി പൈസ? ജാമ്യക്കാരനും വീട്ടിയാൽ അസീൽ ഒഴിവാകുമോ? കടം കൊടുക്കാനുള്ള ആൾ ഒഴിവാകും? ഇല്ലല്ലോ, അയാൾ എനിക്ക് തരണ്ടേ പിന്നെ. ഓക്കെ, അതായത് ദൂനൽ അദായി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ലാമിൻ എന്ത് ചെയ്തു? കടം കൊടുക്കാനുള്ള കടം കൊടുത്ത് വീട്ടിൽ കഴിഞ്ഞാൽ ജാമ്യക്കാരൻ എന്തായി? ഒഴിവായി കഴിഞ്ഞു. അപ്പം പിന്നെ ആര് ഒഴിവാകും? അസീലും ഒഴിവാകും. ഫൈദാ ബരി അല്ലാഹു ബി അദാഇ ദൈനിൽ മുസ്തഹിഖി ബരി അൽ അസീലു. ഇനി ബലുമാത്ത അഹദുഹുമാ വദ്ദൈനു മുഅജ്ജലുൻ. ഇനി രണ്ടിൽ ഒരാൾ മരിച്ചു, ഞാൻ ജാമ്യം നിന്നു, കടം വാങ്ങിയ ആൾ, രണ്ടിൽ നിന്ന് ഒരാൾ മരിച്ചാൽ വദ്ദൈനു മുഅജ്ജലുൻ, കടം അവധി നിശ്ചയിക്കപ്പെട്ടതായിരിക്കെ മരിച്ചാൽ ഹല്ല അലൈഹി, ആ കടത്തിന് അവധി ഇറങ്ങുന്നതാണ്. ആ നിശ്ചയിക്കപ്പെട്ട അവധി എന്ത് ചെയ്യും? നഷ്ടപ്പെടുമ്പോൾ ഇപ്പോൾ തന്നെ കൊടുക്കൽ നിർബന്ധമായി തീരും. അതൊക്കെ ഓരോ വിഷയങ്ങളാണ് ഇതിലുള്ള. കടത്തിന് അവധി ഉണ്ടെങ്കിൽ രണ്ടിൽ നിന്ന് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ലാമിനോ അസീലോ, രണ്ടിൽ നിന്ന് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ കടത്തിന് അവധി ഉണ്ടെങ്കിൽ ആ കടത്തിൻ്റെ അവധി ഇപ്പം തന്നെ ഇറങ്ങും, അത് റൊക്കം കൊടുക്കേണ്ടതാണ്. വലിലാമിന് എന്ന് നേരത്തെ പറഞ്ഞ വിഷയം തന്നെയാണ്. ജാമ്യക്കാരന് റുജൂൻ അല അസീലിൻ ഗരിമ. ഇനി പൈസ കൊടുക്കേണ്ട കടക്കാരൻ പൈസ കൊടുത്തില്ല, അപ്പം ഞാൻ എന്ത് ചെയ്തു? ജാമ്യക്കാരനായ ഞാൻ ആ കടം വീട്ടി കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളോട് വാങ്ങാം. ആരോട്? ഈ കടം കൊടുക്കാനുള്ള വ്യക്തിയോട് വാങ്ങാം. വലിലാമിന്, ജാമ്യക്കാരന് അവകാശമുണ്ട് റുജൂൻ അല അസീലിൻ, അസീലിനോട് പൈസ വാങ്ങാം. ഇന്ന് ഗരിമ, അവൻ കടക്കാരനായിട്ടുണ്ടെങ്കിൽ, അഥവാ അവൻ്റെ സംഭവത്തോടുകൂടി ഞാൻ എന്ത് ചെയ്യും? കടം വീട്ടി, എന്നെ ശല്യം ചെയ്തിട്ട്, നീ അല്ലേ ജാമ്യം നിന്നിരുന്നത്, നീ പൈസ കൊടുക്കണമെന്ന് പറഞ്ഞാൽ എൻ്റെ പിന്നാലെ കൂടിയപ്പോൾ ഞാൻ പൈസ കൊടുത്തു അയാളുടെ സംഭവത്തോടുകൂടി, ഇനി അയാൾ എനിക്ക് തരണം. വൈലം യശ്രിത്ത് ലഹു റുജുവ,
ആ വലൗ സാലഹ അനിദ്ദൈനി ബിമാ ദൂനഹു ലം യർജി ഇല്ലാ ബിമാ ഗരിമ. ഇനി ഈ ജാമ്യക്കാരൻ എന്ത് ചെയ്തു? ഒരു മസ്ലഹത്ത് എന്ന അടിസ്ഥാനത്തിൽ കൊടുക്കാനുള്ള കടത്തിൽ 1,00,000 കൊടുക്കാണ്ടായിരുന്നത് 80,000 ആണെങ്കിൽ ഞാൻ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ മസ്ലഹത്തായാൽ എനിക്ക് എത്ര പിന്നെ കടം വാങ്ങിയ ആളോട് വാങ്ങാൻ പറ്റൂ? 80,000 വാങ്ങാൻ പറ്റൂ. വലൗ സാലഹ അനിദ്ദൈനി, ഇനി കടത്തിന് ഒരാൾ സുൽഹ് പറഞ്ഞു ബിമാ ദൂനഹു, കടത്തിൻ്റെ താഴെയുള്ള സംഖ്യക്ക് എങ്ങനെങ്കിലും കിട്ടിപ്പോരട്ടെ നേരത്തിരുന്ന 80,000 ഞാൻ പൊരുത്തപ്പെട്ടു എന്ന് പറഞ്ഞു. അങ്ങനെ താഴെയുള്ള സംഖ്യക്ക് മസ്ലഹത്തായാൽ ലം യർജി ഇല്ലാ ബിമാ ഗരിമ, ആ കടക്കാരനായ സംഖ്യ എത്ര സംഖ്യക്കാണോ കടക്കാരനായത് അത് മാത്രമേ തിരിച്ചു വാങ്ങാൻ പറ്റൂ. ഇനി ജാമ്യമൊന്നുമല്ല, മറ്റു ചില വിഷയങ്ങൾ പറയാണ്. നിങ്ങൾ കൊടുക്കാനുള്ള പൈസ ഞാൻ എന്ത് ചെയ്ത് വീട്ടി, വേറെ ആളെ പൈസ നിങ്ങൾ കടം വീട്ടിയാൽ അയാളെ സമ്മതത്തിലൂടെ ആണെങ്കിൽ നിങ്ങൾക്ക് അയാളോട് വാങ്ങാവുന്നതാണ്. വലു അദ്ദാ ദൈന കൈരി, മറ്റൊരാളുടെ കടം ഒരാൾ വീട്ടിയാൽ ഇതിന് സമ്മതത്തോടുകൂടെ വീട്ടിയാൽ എനിക്ക് നിങ്ങളോട് വാങ്ങാവുന്നതാണ്, നിങ്ങൾക്ക് അയാളോട് വാങ്ങാവുന്നതാണ്. വൈലം യശ്രിത്തിലെ റുജുവ, ഞാൻ നിങ്ങളോട് വാങ്ങും, തിരിച്ചു വാങ്ങും എന്ന നിബന്ധന പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും സമ്മതത്തോടു കൂടെയാണെങ്കിൽ ഞാൻ ആ പൈസ കടം വീട്ടിയിരുന്നു, ആ പൈസ എനിക്ക് ഉണ്ടായെന്ന് പറയാം. ലായിനദ്ദാഹു കസ്തി തബറോയ്, അത് വെറുതെ നൽകുകയാണ്, സൗജന്യമായിട്ട് വീട്ടിൽ കൊടുക്കുകയാണ് എന്ന് ഉദ്ദേശിച്ചാൽ ഒഴികെ. അങ്ങനെയാകുമ്പോൾ പിന്നെ നിങ്ങളോട് എനിക്ക് വാങ്ങാൻ പറ്റില്ല. നിങ്ങൾ കൊടുക്കേണ്ട പൈസ ഞാൻ കടം വീട്ടുകയാണ്, അപ്പോൾ ഞാൻ അപ്പോൾ തബറോയ് സൗജന്യം എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കടം വീട്ടിയിരുന്നു എനിക്ക് പൈസ തരണമെന്ന് പറയാൻ പറ്റില്ല. അഫ്താ ജമു മുഹഖിഖൂൻ ബിഅന്നഹു ലൗ ഖാല റജുലാനി ലിആഖറ, രണ്ട് വ്യക്തികൾ കൂടി മൂന്നാമത്തെ ഒരു വ്യക്തിനോട് പറഞ്ഞു ലമിന്നാ മാലക അലാ ഫുലാനിൻ, ഇന്ന വ്യക്തി തരാനുള്ള ആ പൈസക്ക് ഞങ്ങൾ ജാമ്യം തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ജാമ്യം തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. നിനക്ക് സെയ്ദ് തരാനുള്ള പൈസക്ക് ഞങ്ങൾ ജാമ്യം തന്നിട്ടുണ്ട് എന്ന് രണ്ട് വ്യക്തികൾ കൂടി പറഞ്ഞാൽ അവിടെ എന്താ സ്ഥിതി? ഫാലബക്കുല്ലൻ ബി ജമീഅത്തി, ഓരോരുത്തരോടും എന്ത് ചെയ്യുക? മുഴുവൻ പൈസയും തരാൻ ആവശ്യപ്പെടാം. 1,00,000 റുപ്യാണ് സെയ്ദ് കൊടുക്കാനുള്ളത്. അപ്പോൾ സെയ്ദും അംറും എന്ത് പറഞ്ഞു? രണ്ടാൾക്കാർ കൂടി പറഞ്ഞാൽ ഈ രണ്ട് വ്യക്തികളോട് എന്ത് ചെയ്യാം? 1,00,000 വീതം ചോദിക്കുക. ആ ലക്ഷം കൊണ്ട 50,000 എന്ന രീതിയിലല്ല എന്നർത്ഥം. ആ മുഴുവൻ സംഖ്യക്കും ഓരോരുത്തരോടും ആവശ്യപ്പെടാവുന്നതാണ്. ഫാലബക്കുല്ലൻ ബി ജമീഅത്തി, ഓരോരുത്തരോടും മുഴുവൻ കടസംഖ്യയും ആവശ്യപ്പെടാവുന്നതാണ്. ഒരഭിപ്രായം ഖാല ജമ്മു മുത്തഖദ്ദിമൂൻ താലബ കുല്ലം ബി നിസ്ഫി ദൈനി, കടത്തിൻ്റെ പകുതി ആവശ്യപ്പെടാൻ പറ്റുള്ളൂ, കാരണം രണ്ടാൾക്കാർ കൂടിയല്ലേ ഏറ്റെടുത്തത്. താലബ കുല്ലൻ ബി നിസ്ഫി ദൈനി, കടത്തിൻ്റെ പകുതിക്ക് ആവശ്യപ്പെടാൻ പറ്റുള്ളൂ. ഈ അഭിപ്രായമാണ് ഇമാം അദ്റായി റളിയല്ലാഹു അൻഹുവിന് ഉള്ളത്. വമാല ഇലൈഹിൽ അദ്റായി, ഈ അഭിപ്രായത്തെയാണ് അദ്റായി ഇമാം പ്രകടിപ്പിച്ചത്. മറ്റൊരു മസ്അല ഉസ്താദ് പറഞ്ഞതാണ്. ഖാലിശോഹന, ഒരാൾ കടലിൽ യാത്ര ചെയ്യാണ്. അപ്പോൾ കടലിൽ ഭാരം കൂടിയിട്ട് കപ്പൽ മുങ്ങാനായി, അല്ലെങ്കിൽ പുഴയിൽ. അപ്പോൾ പറഞ്ഞു എൻ്റെ ചരക്ക് താഴെ പുഴക്കിട്ടാളാന്ന് പറഞ്ഞു. ഞാനും ഈ കപ്പൽ വാസികളെല്ലാവരും കൂടെ അതിന് ഉത്തരവാദികളാണ് എന്ന് പറഞ്ഞാൽ അവിടെ ഈ പറഞ്ഞ ആൾ മാത്രമാണോ ഉത്തരവാദി? അത് ലമാനാണോ? അത് ലമാന് എന്ന് പറയാൻ പറ്റില്ല. വാക്കുകൊണ്ട് ലാമിനൂൻ എന്നൊക്കെ പറഞ്ഞാലും എല്ലാവരും കൂടെ ആ ചരക്ക്, എല്ലാവരും ജീവൻ രക്ഷിക്കാനാണല്ലോ അപ്പോൾ ആ ചരക്കിട്ടത്. എല്ലാവരും കൂടെ എന്താവേണ്ടി വരും? തുല്യമായ രീതിയിൽ അതിന് കടക്കാരനാവേണ്ടി വരും. കാരണം എല്ലാവരും രക്ഷപ്പെടുത്താൻ വേണ്ടി ചെയ്തൊരു സംഭവമാണ്. ഇസ്തിലാഫു മാലി എന്ന് പറയാം. മസ്ലഹത്തിന് വേണ്ടി സമ്പത്ത് നശിപ്പിച്ചു. നോക്കൂ, വലു ഖാല ശൈഖുന ഇന്നമാ യഖ്തസു ലമാൻ, ലമാൻ ഓഹരി ചെയ്യപ്പെടുന്നു. എവിടെ? ഫീ അൽഖി മതാഅക ഫിൽ ബഹർ, ഈ നിന്റെ ചരക്ക് നീ കടലിൽ ഇടണം. വഅന, ഞാനും റുക്കാബു സഫീനത്തി, കപ്പൽ യാത്രക്കാരും ലാമിനും ഉത്തരവാദികളാണ് എന്ന് പറയുന്നിടത്ത് ആ ലമാന് ആ കപ്പൽ യാത്രക്കാരായ എല്ലാവരുടെയും മേൽ ഓഹരി ചെയ്യപ്പെടേണ്ടതാണ്. കാരണം യന്നഹു അൽഖി മതാഅക എന്ന വാക്ക് ലൈസ ലമാനൻ ഹഖീഖത്തൻ, യഥാർത്ഥത്തിൽ അത് ലമാന് അല്ല, ബൽ മറിച്ച് ഇസ്തിദ്ആഉ ഇത്ലാഫി മാലിൻ, സമ്പത്ത് നശിപ്പിക്കാൻ ആവശ്യപ്പെടലാണ്. ഈ മസ്ലഹത്തിന്, ഒരു പൊതുഗുണത്തിന് വേണ്ടി. ഇസ്തിദ്ആ എന്ന് പറഞ്ഞാൽ ത്വലബ്, ആവശ്യപ്പെടുക. ആയതിനാൽ ഫഖ്തലത്,
അത്തൗസിയ, ഇത് എല്ലാവരുടെ മേലും ഓഹരി ചെയ്യപ്പെടണമെന്നതിനെയാണ് അത് തേടുന്നത്. ഫക്തത്ത്, ആ ഇബാറത്ത് തേടുന്നത് അത്തൗസിയ, ഓഹരി ചെയ്യണമെന്നതാണ്. എന്തിനെയല്ല, യൻഫിറന്നാസു അൻഹ, ജനങ്ങൾ അത്തരം കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കാൻ വേണ്ടി, വെറുക്കാതിരിക്കാൻ വേണ്ടി. ഒരാൾ മാത്രം, ആ പറഞ്ഞ ആൾ തന്നെ ഉത്തരവാദിയാകണമെന്ന് പറഞ്ഞാൽ പിന്നെ ആരും ഇത്തരം കാര്യങ്ങൾക്ക് മുന്നോട്ട് വരില്ല. അപ്പോൾ ആളുകൾ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് അനിഷ്ടം പ്രകടിപ്പിക്കാതിരിക്കാൻ വേണ്ടി, നിഫറത്ത് എന്ന് പറഞ്ഞാൽ വെറുപ്പ് കാണിക്കാതിരിക്കാൻ വേണ്ടി ഒക്കെയാണ് ഈ പാഠത്തിലുള്ളത്. അപ്പോൾ ഞാനൊരു വട്ടം കൂടെ സാധാരണ വെക്കുന്നത് പോലെ അർത്ഥം വെക്കാം, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. വലായി താലബ് കഫീലും ബിമാലിൻ, ഒരു കഫീലിനോടും ജാമ്യക്കാരനോടും കടം ആവശ്യപ്പെടാൻ പറ്റില്ല. വൈൻ ഫാത്ത തസ്ലീമു ബി മൗത്തിൻ ഔ ഗൈരിഹി, അസീല് മരിച്ചിട്ടോ അതല്ലെങ്കിൽ മറ്റോ അസീലിനെ, കടം വാങ്ങിയ വ്യക്തിയെ ഏൽപ്പിച്ചു കൊടുക്കാനുള്ള നഷ്ടപ്പെട്ടാൽ പോലും, ഓരോ ഷറത്ത അന്നഹു യഗ്രിബുൽ മാല, അവൻ പൈസക്ക് കടക്കാരനായിരിക്കും. ഓരോ കൗലിൻ ഫാത്ത തസ്ലീം മക്ഫൂലി, മക്ഫൂലിനെ നിന്റെ മുന്നിൽ ഹാജരാക്കൽ നഷ്ടപ്പെട്ടാൽ പൈസക്ക് കടക്കാരനാക്കും എന്ന് പറഞ്ഞുകൊണ്ട് പൈസക്ക് കടക്കാരനാകുമെന്ന് ഷർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ലം തുസിഹ, കഫാലത്തു സഹിഹല്ല. സീഗത്തുൽ ഇൽതിസാമി ഫിഹാ, ജാമ്യം ഏറ്റെടുക്കുന്നതിൻ്റെ വചനം വമിൻതു ദൈനക അലാ ഫുലാനിൻ, അല്ലെങ്കിൽ തഹമ്മൽതു ദൈനക അലാ ഫുലാനിൻ തകഫൽതു ബിബദനിഹി എന്നും വഅനബിൽ മാലി ഔ ബിഇഹ്ലാരി ശഖ്സി ദാമിനും അതും കൂടെ ഉണ്ട്. ഞാൻ, മറ്റൊരു വചനം, ഞാൻ ബിൽ മാലി, ഈ പണത്തിന്, അതാ സെയ്ത് നിനക്ക് തരാനുള്ള പണത്തിന്, അല്ലെങ്കിൽ ഓ ബിഇഹ്ലാരി ശംസി, അല്ലെങ്കിൽ നിനക്ക് പൈസ തരാനോ മറ്റോ ഒക്കെ ഉള്ള വ്യക്തിയെ ഹാജരാക്കുക എന്ന കാര്യത്തിൽ ലാമിനും ഉത്തരവാദിയാണ്, ജാമ്യക്കാരനാണ് എന്ന വാക്ക്. ഔ കഫീൽ അനബിൽ മാലി ലാമിൻ, അല്ലെങ്കിൽ അനബി ഇഹ്ലാരി ശഖ്സി കഫീൽ എന്ന് പറയാം. സയീം, ഹമീൽ എന്നൊക്കെ പറയും. വലു ഖാല, ഒരാൾ പറഞ്ഞു വദ്ദിൽ മാല ഒഹിറു ശഖ്സ, പൈസ ഞാൻ തരാം, വ്യക്തിയെ ഞാൻ ഹാജരാക്കി തരാം എന്ന് പറഞ്ഞാൽ അത് വാഗ്ദാനമാണ്. ബിൽത്തിസാമിൻ, ആ കാര്യം ചെയ്തു തരാമെന്ന വാഗ്ദാനമാണ്. കമാഹു സരീഹുസിയത്തി, വാക്കിൻ്റെ വ്യക്തമായ അർത്ഥം അതാണല്ലോ. ഞാൻ പക്ഷേ ഇനി ഹഫത്ത് ബിഹി ഖരീനത്തുൻ, ഒരു തെളിവ് അതിനോട് ചേർന്ന് വന്നിട്ടുണ്ടെങ്കിൽ തസ്രിഫുഹു ഇലൽ ഇൻസായി, ജാമ്യം എന്ന ഇടപാട് ഉണ്ടാക്കുന്നതിലേക്ക് ആ വാക്കിനെ തിരിച്ചുവിടുന്ന ഒരു തെളിവ് അവിടെ ഉണ്ടെങ്കിൽ ഇൻ അഖദ ബിഹി, അതുകൊണ്ട് ജാമ്യം കെട്ടുപെടുന്നതാണ്, സാധുവാകുന്നതാണ്, അത് ജാമ്യമായി തീരും. അസീല് ഉത്തരവാദിയാവുന്നതല്ല എന്ന നിബന്ധനയോടുകൂടെ കഫാലത്തും സമാനം സഹിയല്ല. കടം വാങ്ങിയ വ്യക്തിയാണല്ലോ അസീല്, അയാൾക്ക് ഉത്തരവാദിത്വം വേണമല്ലോ. വലാബി താലീഖിന് വതൗഖീത്തിൻ, മറ്റൊന്നിനോട് ബന്ധിപ്പിച്ചുകൊണ്ടും സമയനിശ്ചിതമായിട്ടും പറ്റില്ല. ഇനി പൈസ നിങ്ങൾക്ക് കിട്ടണം, നിങ്ങൾ കൊടുത്ത പൈസ കിട്ടണം, നിങ്ങൾ ആരോടെ ചോദിക്കുക? ഞാനാണ് ജാമ്യം നിന്നത്. വലിയ മുസ്തഹിഖ്, നിങ്ങൾക്ക് അനുവദനീയമാണ്. നിങ്ങൾ ഈ എൻ്റെ ക്ലാസ് കേൾക്കുന്ന നിങ്ങളാണ്, പൈസ കിട്ടാനുള്ള ആൾ നിങ്ങൾക്ക് ലഭിച്ചോളൂ. അപ്പോൾ നിങ്ങൾക്ക് മുസ്തഹിഖ് എന്നാണ് പറയാം. ഞാനാണ് നിങ്ങൾക്ക് ജാമ്യം നിന്നത്. നിങ്ങളൊന്നും ഒരാൾ പൈസ കടം വാങ്ങിപ്പോയി, അയാളാണ് അസീൽ. വലിയ മുസ്തഹിഖ്, നിങ്ങൾക്കുണ്ട് മുതാലബത്തുല്ലാമിനി, ലാമിനോട് ചോദിക്കാം, അല്ല അസീൽ അസീലിനോട് ചോദിക്കാം. വരോ ബരിയ ലാമിനു, അസീൽ കടത്തിൽ നിന്ന് ഒഴിവായാൽ ബരിയ ലാമിനു, ജാമ്യക്കാരനും ഒഴിവാകും. ഒരാക്സ തിരിച്ചില്ല, ഏത് ഫിൽ ഇബ്രായി, പൊരുത്തപ്പെട്ട് കൊടുക്കുന്ന വിഷയത്തിൽ. അപ്പോൾ കഫീലിന് ഒഴിവാക്കി കൊടുത്താൽ അവരൊഴിവാകൂല, ലാമിന് ഒഴിവാകൂല. ദൂനല്ല അതായിൻ്റെ വിഷയത്തിൽ ഒഴികെ. അപ്പോൾ അതായിൻ്റെ വിഷയത്തിൽ എന്ത് ചെയ്തു? അസീല് കഫീല് വീട്ടിൽ കഴിഞ്ഞാൽ, ആ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ആരൊഴിവാകൂല? ആ കഫീല് കൊടുത്തു കഴിഞ്ഞാൽ ആരൊഴിവാകൂല? അസീൽ ഒഴിവാകൂല. എനിക്ക് തരണ പൈസ. ഓരോ മാത്ത ഹദുഹുമ, രണ്ടിലൊരാൾ മരണപ്പെട്ടു. ഒദ്ദയിലും മുഹജ്ജരൻ, കടം അവധിയുള്ളതായിരിക്കെ രണ്ടിലൊരാൾ മരണപ്പെട്ടാൽ ഹല്ല അലൈഹി, ആ കടം അവൻ്റെ മേൽ അവധി ഇറങ്ങും. കാരണം ഇനി മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് അവധിയൊന്നുമില്ല, മരിച്ച ഉടനെ തന്നെ കൊടുത്തോളണം. വലി ലാമിൻ റുജൂനല അസീലിൻ, ലാമിന് അസീലിനോട് ചോദിക്കാം ഇന്ന് കരീമ, അവൻ കടക്കാരനായിട്ടുണ്ടെങ്കിൽ. വലോ സാലഹാനിദ്ദൈനി, ഇനി ജാമ്യക്കാരൻ എന്ത് ചെയ്തു? കടത്തിൽ മസ്ലഹത്ത് പറഞ്ഞു, ബിമാ ദൂനഹു,
അതിൻ്റെ താഴെയുള്ളൊരു സംഖ്യക്ക്. അങ്ങനെയൊക്കെ സംഭവിക്കും. ഒരു പീടികയിൽ നിന്ന് 1,00,000 റുപ്യക്ക് എന്താക്കി നിങ്ങൾ ഒരാൾക്കൊരു സാധനം കൊടുക്കും. അപ്പോൾ അയാൾ പറഞ്ഞത് ആ ജാമ്യക്കാരനെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ജാമ്യക്കാരന് കൊണ്ടുവന്നു, പക്ഷേ അയാൾ പൈസ കടം കിട്ടുന്നില്ല. അപ്പോൾ ജാമ്യക്കാരൻ കുടുങ്ങിയിട്ട് പറഞ്ഞു, ഒരു 90,000 ആണെങ്കിൽ ഞാനങ്ങ് തരാമെന്ന് പറഞ്ഞു, ബാക്കി നിങ്ങൾ പൊരുത്തപ്പെടണമെന്നാണ്. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ 90,000 നിങ്ങൾക്ക് തന്നുള്ളൂ എങ്കിൽ ആ കടക്കാരനോട് എനിക്ക് 90,000 വാങ്ങാൻ പറ്റും. വലു സാലഹാനിദ്ദൈനി ബിമാദൂനഹു, ഒരു കടത്തിന് അതിൻ്റെ താഴെയുള്ള സംഖ്യക്ക് ഒരാൾ സുൽഹ് ചെയ്താൽ, മസ്ലഹത്ത് ചെയ്താൽ, മസ്ലഹത്ത് അറിയില്ല, എല്ലാം എർജി ഇല്ല ബിമാ ഗരിമ, അവൻ എത്ര പൈസക്കാണോ കടക്കാരനായത് അത് മാത്രമേ തിരിച്ചു ചോദിക്കാൻ പറ്റുള്ളൂ, കടക്കാരനോട് ആവശ്യപ്പെടാൻ പറ്റുള്ളൂ. വലു അദ്ദാ ദൈന വരി, ഒരാൾ മറ്റൊരാളെ കടം വീട്ടിയാൽ ഇതിന് സമ്മതത്തോടുകൂടിയാണെങ്കിൽ റജ, ഇയാളോട് തിരിച്ചു വാങ്ങാവുന്നതാണ്. വൈല മെശ്രിത്തുൽ ഹുറുജുവ, തിരിച്ചു വാങ്ങുന്നതല്ല എന്ന് ഷർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും, ലാ ഇൻ അദ്ദാഹു ബി ഖസ്ദി തബറുഇ, സൗജന്യം എന്ന ഉദ്ദേശത്തോടെ വീട്ടുകയാണെങ്കിൽ തിരിച്ചു വാങ്ങാൻ പറ്റില്ല, യഥാർത്ഥ ഉടമയോട് ചോദിക്കാൻ പറ്റില്ല. ഖുർആൻ അഫ്താജമു മുഹഖിഖുൻ ബിഅന്നഹു ലൗ ഖാല ഉജ്നാ ലിആഖറ, രണ്ടാളുകൾ ഒരു വ്യക്തിയോട് പറഞ്ഞു, ലമിന്ന മാലക അലാ ഫുലാനി, ആ ഒരു വ്യക്തി തരാനുള്ള സംഖ്യക്ക് എൻ്റെ പൈസക്ക് ഞങ്ങൾ ജാമ്യം നിന്നു എന്ന് പറഞ്ഞാൽ, താലബക്കുല്ലൻ, ഈ രണ്ട് വ്യക്തികളിൽ നിന്ന് ഓരോരുത്തരോടും അയാൾക്ക് ആവശ്യപ്പെടാം ഈ ജമീയത്തെയും മുഴുവൻ കടവും. വഖാല ജമു തഖദ്ദിമുൻ താലബക്കുല്ലം ബിനിസ്ബിത്തൈൻ, കടത്തിൻ്റെ പകുതി ആവശ്യപ്പെടാൻ പറ്റുള്ളൂ. വമാല ഇലൈഹിൽ അദ്റയ്യു. ഖാല ശൈഖുന ഇന്നമാ യഖസത്തു ലമാന ഫി അൽഖി മതാഅക ഫിൽ ബഹരി വാന വറുക്കാബു സഫീനത്തി ളാമിനൂൻ, നീ നിന്റെ ചരക്ക് കടലിലേക്ക് എറിയോ, ഞാനും കപ്പൽ യാത്രക്കാരും, ബസ്സോ ഏതായാലും വേണ്ടിയില്ല, കപ്പൽ യാത്രക്കാരും ജാമ്യക്കാരാണ് എന്ന് പറഞ്ഞിടത്ത് ഈ ജാമ്യം ആ യാത്രക്കാരായ മുഴുവൻ ആളുകൾക്കിടെ മേലും ഓഹരി ചെയ്യപ്പെടും. യുഖസ്സതു, ഓഹരി ചെയ്യപ്പെടും. യൻഹു ലൈസ ലമാന ഹഖീഖത്തൻ, അത് ഒറിജിനൽ ലമാനല്ല. ബൽ ഇസ്തിദ്ആഉ ഇത്ലാഫി മാലിൽ മസ്ലഹത്തിന്, ഒരു പൊതു ഗുണത്തിന് വേണ്ടി സ്വത്ത് നശിപ്പിക്കണമെന്ന് ആവശ്യപ്പെടലാണ്. ഫഖ്തലത് തൗസിയ, ആയതിനാൽ അത് എല്ലാവരുടെ മേലും ഓഹരി ചെയ്യപ്പെടലിനെ ാണ് അത് താല്പര്യപ്പെടുന്നത്. തൗസിയ എന്ന് പറഞ്ഞാൽ ഓഹരി ചെയ്യുക. എന്തുകൊണ്ട് എല്ലാവർക്കും ഉത്തരവാദിയാവെന്ന് പറയാൻ കാരണം എന്താ, തൗസിയ ഉണ്ടാവും എന്ന് പറയാൻ കാരണം എന്താ, എല്ലാ ഇൻഫറന്നാസ്വൻഹ, ഇത്തരം പൊതുകാര്യങ്ങളിൽ നിന്ന് ജനങ്ങൾ അകന്നു നിൽക്കാതിരിക്കാൻ വേണ്ടി. ഇനി സുലഹിനെ കുറിച്ചാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.